നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഒരു കാര്യം പറയാം. എനിക്ക് വന്ന അതായത് ഇന്നലെ അൻവിനെ എക്സ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ് കോണ്ടന്റ് ഇട്ട ഒരാള്, ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന ആള് എന്നെ ഫോൺ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ അലിഗേഷൻ എന്ന് പറയണത് അൻവിനെ എക്സ്പോഷർ കൊടുത്തത് ഞാനാണ്, അതാണ് ഇതാണ്, അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അൻവിനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ യു കെയിലല്ല താമസിക്കുന്നത്, മനസ്സിലായി? അതായത് ഞാൻ യുണൈറ്റഡ് കിങ്ഡത്തിലല്ല ഞാൻ താമസിക്കുന്നത്, ഞാൻ യുണൈറ്റഡ് കൂടല, അതാണ് എൻ്റെ UK. പത്തനംതിട്ടയിലുള്ള കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് അൻവിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് UK പോയി തിരക്കാനുള്ള ഒരു ഇതില്ല, സത്യം പറഞ്ഞ. അതായത് എനിക്ക് UK അൻവിനെ പറ്റി അറിയില്ല. നിങ്ങളെല്ലാവരും അൻവിനെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതുപോലെയാണ് ഞാനും അൻവിനെ കാണുന്നത്. അതായത് എനിക്കിഷ്ടമുള്ള, എൻ്റെ വീട്ടിൽ കുറേ ഡോഗ്സ് ഒക്കെ ഉണ്ട്, എനിക്ക് വണ്ടിയോട് അത്യാവശ്യം ക്രേസ് ഉണ്ട്, മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അൻവിനെ ഞാൻ കണ്ടു. ഈ പറഞ്ഞതുപോലെ എനിക്ക് അൻവിൻ്റെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ അൻവിൻ്റെ അടുത്ത് അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് പലവട്ടം. അങ്ങനെയാണ് ഞാൻ അൻവിനെ കാണുന്നത്. അൻവിനെ കാണുന്ന സമയത്ത് ഈ നോർമലി നമ്മൾ ഒരു അത്യാവശ്യം, അതായത് നിങ്ങൾക്ക്, അതായത് ഞാൻ ഇത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ അൻവിനെ കുറേ പേർക്ക് അപ്പാർട്ട് ഫ്രം ദ ഫോളോവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അൻവിനെ കുറച്ചധികം അറിഞ്ഞു തുടങ്ങിയത് എപ്പോൾ തൊട്ടാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഇന്റർവ്യൂവിന് ശേഷം ഈ ഇന്റർവ്യൂ ആണ് അൻവിൻ്റെ ഏറ്റവും കൂടുതൽ കട്ട്സ് വന്ന ഇന്റർവ്യൂ. ഏറ്റവും കൂടുതൽ കട്ട്സ് വന്ന റിട്ടയർമെന്റിന്റെ കാര്യവും പുള്ളിയുടെ ഫാം ഹൗസിന്റെ കാര്യവും ഡോഗ്സിന്റെ കാര്യവും എല്ലാം ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് തരംഗമായിട്ട് വന്ന ഒരു കോണ്ടന്റ് എന്ന് പറയണത് ഇതാ. ശരിക്കും സൈന സൗത്ത് പ്ലസ് ചെയ്ത നമ്മുടെ അൻവിൻ്റെ കോണ്ടന്റ്. സോ ഈ അൻവിൻ്റെ കോണ്ടന്റ് വന്നപ്പം 1.1 മില്യൺ വ്യൂസ് ആണ്. ഈ ഒരു സാധനം ശരിക്കും അപ്ലോഡ് ആയേക്കുന്നത് 7 മാസം മുമ്പാണ്. സോ ഞാനും കൂടുതൽ കാര്യങ്ങൾ അൻവിനെ പറ്റി അറിയണത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം എല്ലാവരും ഓൾറെഡി ഈ പറയണതുപോലെ പുള്ളിക്ക് ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒബ്വിയസ്ലി എൻ്റെ പോഡ്കാസ്റ്റ് ചാനലാണ് കൊണാത പോഡ്കാസ്റ്റ്, മനസ്സിലായോ? നമ്മൾ ഈ കൊണാത പോഡ്കാസ്റ്റിൽ നോർമലി പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരാൾ നമ്മൾ എന്താ നോർമലി ചെയ്യുന്നത്, സെൻസേഷൻ ആയിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരും. സോ ഇതിലേക്ക് അങ്ങനെ വന്ന ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അൻവിനെ വിളിക്കുന്ന സമയത്താണ് ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് 2 മാസം ആയതേ ഉള്ളൂ. രണ്ട് മാസം ആയിട്ടുള്ളൂ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട്. ആരെയോ തെറി വിളിച്ചതൊക്കെ കേൾപ്പിക്കാതെ, കുപ്പിക്കകത്ത് കയറുന്ന വെടി വെക്കാതെ എല്ലാം ഞാൻ കേൾപ്പിച്ചിട്ടേ പോകത്തുള്ളൂ, ഞാൻ മൊത്തം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് ആരെയോ തെറി ഒരാൾ ചുമ്മാ ഒരാളെ തെറി വിളിക്കൂ, അവന്റെ മെസ്സേജ് മാത്രം ബ്ലറാ, എന്റെ മെസ്സേജ് മാത്രം വിസിബിൾ, കാണിച്ചു തരല്ല.